പ്രധാനമന്ത്രിയെ സംവാദത്തിന് വിളിച്ചിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സംവാദത്തിലേർപ്പെടുന്നു. ഇന്ത്യയുടെ പ്രധാനമന്ത്രിക്കൊപ്പം സംവാദത്തിനിരിക്കാനുള്ള എന്ത് സ്റ്റാറ്റസാണ് നിലവിൽ രാഹുൽ ഗാന്ധിക്കുള്ളത്? കാരണം രാഹുൽ ഗാന്ധി നിലവിൽ കേവലം ഒരു MP മാത്രമാണ്. അദ്ദേഹം പ്രധാനമന്ത്രിയാകും അല്ലെങ്കിൽ അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് എന്ന് കോൺഗ്രസ് പോലും ഉറപ്പിച്ച് പറയാത്ത സ്ഥിതിക്ക് പ്രധാനമന്ത്രിയോടൊപ്പം നിൽക്കാൻ ശേഷിയുണ്ട് എന്ന് തോന്നുന്ന ഒരാളോടല്ലേ അദ്ദേഹം സംവദിക്കേണ്ടത് എന്നുള്ള ഒരു ചോദ്യം BJP ചോദിക്കുന്നുണ്ട്. ഇതൊക്കെ BJPയുടെ ഒരു അബദ്ധ ധാരണയാണ്. കാരണം മോദിജിയെ പോലെ പ്രധാനമന്ത്രി ആയിട്ട് സംവാദത്തിന് രാഹുൽ ഗാന്ധി ക്ഷണിച്ചാൽ പറ്റത്തില്ലല്ലോ. ഇപ്പോൾ പണ്ട് ദാബീദും ഗോളിയത്തും തമ്മിലുള്ള ഒരു മത്സരത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടില്ലേ? ഇവിടെ പ്രശ്നാധിഷ്ഠിതമാണ്. ആ പ്രശ്നങ്ങളുടെ പേരിൽ സംവദിക്കണം എന്നാണ് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടത്. അതിന് മോദിജി തയ്യാറല്ല. ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം, ഇന്ന് വരെ മോദിജി മാധ്യമങ്ങളെ നേരിട്ടിട്ടില്ല. പ്രോംപ്റ്റർ വെച്ച് പ്രസംഗിക്കുന്ന ആവേശഭരിതമായ ഒരു പ്രസംഗ കലയുടെ ഒരു ഏറ്റവും വലിയ മൂർത്തിയായിട്ടാണ് അദ്ദേഹം നിൽക്കുന്നത്. ഇവിടെ എത്രയോ പ്രശ്നങ്ങളാണുള്ളത്. തൊഴിലില്ലായ്മ, വിലക്കയറ്റം ഒക്കെ വരുമ്പോൾ അദ്ദേഹം ഓരോ ടാർഗറ്റ് ചെയ്യുകയാണ്. ചിലപ്പോൾ മുസ്ലിമിനെതിരായി വരുന്നു, ചിലപ്പോൾ ആരാധനാലയമായ രാമക്ഷേത്രത്തിന് വേണ്ടി വരുന്നു, വേറെ ചിലപ്പോൾ ഈ സ്വത്തുക്കൾ വീണ്ടെടുത്ത് അത് വിഭജിക്കുന്നതിനെ കുറിച്ച് പറയണമെന്ന് പറയുന്നു, വേറെ ചിലപ്പോൾ ജാതി രാഷ്ട്രീയത്തിനെതിരായി പറയുന്നു. അപ്പോൾ സ്വാഭാവികമായി ഇതൊക്കെ അല്ല പ്രധാനമന്ത്രി പറയേണ്ടതും ചെയ്യേണ്ടതും. ഇതിനെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കണം എന്ന അർത്ഥത്തിലാണ്, ഉള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം മോദിജി പറയണം എന്ന അർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി സംവാദത്തിന് ക്ഷണിച്ചത്. അത് സ്വാഭാവികമായും അതിന് തയ്യാറാവേണ്ടതാണ്. തയ്യാറായില്ലെങ്കിൽ പോലും ഓൺലൈനിൽ മോദിജിയോട് ഈ സംവദിക്കാം എന്ന ഒരു സ്ഥിതിവിശേഷം വേണം. എല്ലാ കാര്യത്തിലും ഒരു സംയമനം വേണ്ടേ, ഒരു സഹനം വേണ്ടേ? ഇവിടെ ഒരു പ്രതിപക്ഷം എന്ന മട്ടിൽ പ്രതിപക്ഷത്ത് നിൽക്കുന്നത് ആര് എന്നതിന് ചോദിച്ചാൽ ഇപ്പം രണ്ടുപേരാണ് നിൽക്കുന്നത്. ഒന്ന് ഖാർഗെയും ഒന്ന് രാഹുൽ ഗാന്ധിയും. അപ്പോൾ രാഹുൽ ഗാന്ധി വേണ്ട, ഖാർഗെയുമായി സംസാരിക്കാമല്ലോ. ഒരു പാർട്ടിയുടെ പ്രസിഡന്റ് എന്ന മട്ടിൽ, മുന്നണിയുടെ നേതാവ് എന്ന മട്ടിൽ ഖാർഗെയായിട്ട് സംവദിക്കാമല്ലോ. അല്ലാതെ ഖാർഗെയായിട്ട് സംവദിച്ചാൽ മതി, അല്ല ആരുമായിട്ട് സംവദിച്ചാൽ മതി. കാരണം രാഹുലുമായി തന്നെ സംവദിക്കണമെന്ന അർത്ഥത്തിലല്ല. നമ്മൾ സാർ നേരത്തെ പറഞ്ഞ ഇപ്പോൾ അദ്ദേഹം മാതൃഭൂമിക്ക് പോലും ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ട്. ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് മാധ്യമങ്ങളിൽ പ്രധാനമന്ത്രി അദ്ദേഹത്തിന്റെ ഇന്റർവ്യൂസ് നമ്മൾ ധാരാളം കാണുന്നുണ്ട്. മാതൃഭൂമിയിൽ ഒറ്റപ്പെട്ട ഒറ്റ സംഭവം, ആ ഒരു പരാതിക്ക് കഴമ്പില്ല എന്നുള്ള രീതിയിൽ അദ്ദേഹം എന്നല്ല, ധാരാളം മാധ്യമങ്ങളെ കാണുകയോ മാധ്യമപ്രവർത്തകർക്ക് ചോദ്യങ്ങൾ ചോദിക്കാം, സ്വാഭാവികമായിട്ട് ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാറില്ല. മാധ്യമങ്ങളെ കാണുമ്പോൾ പോലും മാധ്യമങ്ങളുടെ ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ നമ്മൾ കാണാറില്ലേ? കേരളത്തിൽ നടക്കുന്ന ചോദ്യോത്തരങ്ങൾ എത്രയോ ശരങ്ങളാണ് ഈ ചോദ്യകർത്താവിനോട് എതിരാളികൾ ഇടുന്നത്. പിണറായി വിജയൻ പോലും ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ പേടിച്ചോടുകയല്ലേ? ഇതല്ല. ജനാധിപത്യത്തിൽ സംവാദമാണ് പ്രധാന പ്രശ്നം, പ്രധാന ഈ കാര്യം. പക്ഷെ ഇവിടെ അത് ചോദിക്കുന്നത്, ഇദ്ദേഹം രാഹുൽ ഗാന്ധിയോട് എന്തിനാണ് സംവദിക്കുന്നത്? രാഹുൽ ഗാന്ധി ഈക്വൽ സ്റ്റാറ്റസ് ഉള്ള ഒരാളല്ല. അദ്ദേഹം ആ സ്റ്റാറ്റസിലേക്ക് വരട്ടെ, അപ്പോൾ സംവദിക്കാം എന്ന് പറഞ്ഞ അടുത്ത തെരഞ്ഞെടുപ്പിന് ശേഷം മോദിജി അധികാരത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി ആയതിനു ശേഷം രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവോ? സാധ്യതയുണ്ട്. അല്ല, പക്ഷെ അത് ഇപ്പോഴും പറയുന്നില്ലല്ലോ ഇദ്ദേഹം അങ്ങനെ പറയാൻ പറ്റത്തില്ലല്ലോ. കാരണം ഒരു പുതിയ മുന്നണി രൂപീകരിച്ചുകൊണ്ട് വരികയാണ്. ആ രൂപീകരിച്ചുകൊണ്ട് വരുന്നതിനിടയിൽ കലം തല്ലിപ്പൊളിക്കുന്നത് പോലെ കാര്യങ്ങൾ നേരിടാൻ പറ്റത്തില്ല. അപ്പോൾ തെരഞ്ഞെടുപ്പിന് ശേഷം എല്ലാവരുമായി സംവേദനം നടത്തി ആരാണ് പ്രധാനമന്ത്രി ആവേണ്ടത്, ഏത് ഘട്ടത്തിലാണ് ആകേണ്ടത്, ഏത് ടേമിലാണ് ആകേണ്ടത് എന്നതിനെ കുറിച്ചൊക്കെ ആലോചന വേണ്ടി ഉണ്ടാവും. ഇപ്പോഴും നമുക്കൊരു ആരാണ് പ്രധാനമന്ത്രി ആകേണ്ടതിനെ കുറിച്ച് ധാരണയില്ല. അപ്പോഴും രാഹുലിന്റെ പേര് നമുക്ക് പറയാൻ പറ്റുന്നില്ല. അല്ല, പല കക്ഷികൾ ഒരുമിച്ച് കക്ഷികൾ ഇവിടെ നിൽക്കുന്നിടത്തോളം കാലം കോൺഗ്രസ് ആകുമോ, മറ്റേ തൃണമൂൽ കോൺഗ്രസ് അവകാശവാദം ഉന്നയിക്കുമോ? നിതീഷ് കുമാർ ഉണ്ടായിരുന്നു, അദ്ദേഹം അപ്പുറത്തേക്ക് പോയി. സ്വാഭാവികമായിട്ടും
പ്രധാനമന്ത്രി സ്ഥാനാർത്ഥി എന്നുള്ള നിലയിലാണ് നിതീഷിനെ കൊണ്ടുവന്നത്. മമതയ്ക്ക് ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി പോവാൻ സാധിക്കത്തില്ല. കാരണം അവരെപ്പോഴും ഒരു ഒരു പ്രതിഷേധത്തിന്റെ ആഗ്രഹമില്ലേ അവർക്ക്? ഉണ്ട്, എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷേ ആക്കാൻ കഴിയുന്ന ഒരുപാട് പേരുണ്ടല്ലോ. കേജ്രിവാളിന് ആയിക്കൂടെ? ഇപ്പൊ ഒരു ഷൂട്ടിംഗ് സ്റ്റാർ പോലെ അദ്ദേഹം ജയിലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിൻ്റെതായ അജണ്ടയും ഗ്യാരണ്ടിയും പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിരിക്കുകയാണ്. ആളുകൾ ആവേശപൂർവ്വം അദ്ദേഹത്തിന്റെ പിന്നാലെ ഓടുകയാണ്. പക്ഷെ അവിടെ ഈ ചോദ്യം നിലനിൽക്കുകയാണ്. ചോദിക്കുന്നത് ഇപ്പൊ പിണറായി വിജയൻ സംവാദത്തിന് നമുക്ക് പണ്ട് ഓർമ്മയുണ്ട്, VD സതീശനും നമ്മുടെ തോമസ് ഐസക്കും, അദ്ദേഹം ധനമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ VD സതീശൻ വെല്ലുവിളിക്കുന്നു, ഒരു സംവാദം നമുക്ക് ഓർമ്മയുണ്ടല്ലോ. അത് ഒരു VD സതീശൻ എന്ന് പറയുന്ന ആ നേതാവിൻ്റെ ഒരു കാലിബറുണ്ട്. അദ്ദേഹത്തിനെ നമുക്കറിയാം. അദ്ദേഹം അന്ന് സ്റ്റഡി ചെയ്ത് നന്നായി പഠിച്ച ആ വിഷയത്തെക്കുറിച്ച് നന്നായി പഠിച്ച് അങ്ങനെയാണ് സതീശൻ പൊതു സ്വീകാര്യനാകുന്നത്. അതുവരെ പറവൂർ MLA എന്നുള്ള നിലയിൽ മാത്രമാണ് അദ്ദേഹത്തിനെ നമ്മൾ കണ്ടിരുന്നത്. പക്ഷേ നിയമസഭയിൽ വളരെ കാര്യമായി അദ്ദേഹം അത് സ്റ്റഡി ചെയ്യുകയും അറ്റാക്ക് ചെയ്യുകയും ഒക്കെ ചെയ്തു. അതിൻ്റെ പേരിൽ ഒരു മന്ത്രിസ്ഥാനം അദ്ദേഹം പ്രതീക്ഷിച്ചിരുന്നു, കൊടുത്തില്ല എന്നുള്ളത് പോട്ടെ, അത് നമ്മുടെ വിഷയമല്ലാത്തതുകൊണ്ട്. പക്ഷെ ഇവിടെയും നോക്കുമ്പോൾ എന്തുകൊണ്ടാണ് അത്തരത്തിൽ രാഹുലിനെ ആയിട്ട് ഞങ്ങൾക്ക് ആ രാഹുൽ എന്തുകൊണ്ടാണ് ആ തരത്തിലേക്ക് ഉയരാത്തത്? അത് അതിനുള്ള അവസരം കിട്ടണ്ടേ? ഇത്രയും അവസരങ്ങൾ അല്ല, ആ അവസരങ്ങളിൽ പണ്ട് പപ്പു എന്ന് പറഞ്ഞ് ആക്ഷേപിച്ച രാഹുൽ ഗാന്ധിയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ മുന്നിൽ വന്നത്. അപ്പോൾ സ്വാഭാവികമായും രാഷ്ട്രീയ പ്രവർത്തനത്തിൽ അവസരങ്ങൾ കിട്ടുമ്പോഴാണ് ആ സ്ഥാനങ്ങളിലേക്ക് വരുന്നത്. അദ്ദേഹം ജോഡോ യാത്ര നടത്തി, അത് കഴിഞ്ഞ് പ്രശ്നങ്ങളിൽ ഇടപെട്ടു. എത്ര ആളുകളെയാണ് അദ്ദേഹം നേരിൽ കണ്ടത്, എത്രയോ മൈലുകളാണ് അദ്ദേഹം കാൽനടയായി സഞ്ചരിച്ചത്. അപ്പോൾ സ്വാഭാവികമായി പഴയ രാഹുൽ ഗാന്ധി അല്ല. പിന്നെ രാഹുൽ ഗാന്ധി ഒന്നുകൂടി പറയുന്നു, ഞാനൊരു അധികാരത്തിന് വേണ്ടി അല്ല വരുന്നത്, ഞാൻ മാറി നിൽക്കാൻ തയ്യാറാണ്. പക്ഷേ മോദിയെ ഇറക്കണം എന്നതാണ് രാഹുൽ ഗാന്ധിയുടെ അജണ്ട. പിന്നെ ഞാൻ സംവദിക്കാൻ രാഹുൽ ഗാന്ധി പ്രാപ്തനല്ല, തണ്ടിയല്ല എന്ന് പറഞ്ഞാൽ മറ്റാരോടെങ്കിലും ഖാർഗെയോട് ഞാൻ സംവദിക്കാം എന്ന് പറഞ്ഞുകൂടെ? അത് പറയുന്നില്ലല്ലോ. അല്ല, ഖാർഗെ പറയണ്ടല്ലോ. ഇദ്ദേഹം ഒന്ന് സംവദിക്കണമെന്നാണ് പറയുന്നത്. പറയുമ്പോൾ അദ്ദേഹത്തോടുള്ള ചോദ്യങ്ങൾ ഒരുപാട് ചോദിക്കാനുണ്ട്. മുസ്ലിമുകളുടേതായ ഒരു അജണ്ട വെക്കുമ്പോഴും അത് ശരിയാണോ എന്ന് ചോദിക്കേണ്ട കാര്യമുണ്ട്. ഇന്ത്യയിലെ ഭൂരിപക്ഷം വരുന്ന ജനതയുടെ പ്രശ്നങ്ങൾ, വികസന കാര്യങ്ങൾ ചർച്ച ചെയ്യണ്ടേ? അമ്പലങ്ങളുടെ കാര്യത്തിന്റെ പിന്നാലെ ആളുകളെ കൂട്ടിക്കൊണ്ടു പോകാൻ പറ്റത്തില്ലല്ലോ. ഭക്തിയല്ല ഇവിടെ പ്രധാന വിഷയം. ഇവിടെ രാജ്യത്തിന്റെ വികസനമാണ്. ആ രാജ്യത്തിന്റെ വികസനത്തിന് തൊഴിലില്ലായ്മ പരിഹരിക്കണം, വമ്പൻ വ്യവസായശാലകൾ വരണം, IT-ക്ക് പുതിയൊരു മാനദണ്ഡം ഉണ്ടാക്കണം. പണ്ട് UPA ഉണ്ടാക്കിയ ഒരു കളത്തിൽ നിന്നുകൊണ്ടാണ് ഇദ്ദേഹം മുന്നോട്ട് പോകുന്നത്. അദാനിയെയും മറ്റും കൂട്ടുപിടിച്ചുകൊണ്ടാണ് പോകുന്നത്. പിന്നെ ആക്ഷേപങ്ങൾ, ഇപ്പം തന്നെ ഒരു പുതിയ ആക്ഷേപം ഉന്നയിച്ചത് ജോൺ കണ്ടു എന്ന് എനിക്കറിയത്തില്ല. മോദി ആക്ഷേപിച്ചത് ടെമ്പോയിൽ അദാനിയുടെ പണം രാഹുൽ ഗാന്ധിക്ക് കിട്ടി. ഇപ്പോൾ രാഹുൽ ഗാന്ധി ചോദിക്കുന്നത് എവിടെ ഈ പണം കണ്ടുപിടിക്കേ, അല്ലെങ്കിൽ ED കൊണ്ട് അറസ്റ്റ് ചെയ്യിക്കേ. അപ്പൊ ചുമ്മാ ആരോപണങ്ങൾ തൊടുത്തുവിട്ടാൽ ഈ ആരോപണങ്ങളെ നേരിടാനും ഉത്തരം പറയാനും മാത്രം നിൽക്കുകയും മാത്രമല്ല, അദ്ദേഹത്തെ പ്രധാനമന്ത്രി എന്ന നിലയിൽ അദ്ദേഹത്തെയും പ്രതിക്കൂട്ടിലാക്കി ചോദ്യം ചെയ്യുമ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം പറയട്ടെ. പ്രസംഗങ്ങൾ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു കലയാണ്. അല്ല, അതെ, ആ കല പോലെ മറ്റൊരാൾ വരണമെന്നില്ല. ആ കല എന്തുകൊണ്ട് നമ്മുടെ പ്രധാനപ്പെട്ട വാജ്പേയി നന്നായി പ്രസംഗിക്കുന്ന ഒരാളായിരുന്നു. ഇവിടെ തന്നെ നമ്മുടെ നേതാക്കന്മാരെ എടുത്താൽ ഇപ്പോൾ EK നായനാർ, അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാൻ രസകരമായ പ്രസംഗമാണ്. അതൊക്കെ പറയുമ്പോ ഇവിടെ ഒരുപാട് കഥകൾ വേറെ പറയാനില്ലേ. പാവപ്പെട്ട ശാസ്ത്രിജി അത്ര വലിയ പ്രസംഗകനായിരുന്നില്ല, പ്രധാനമന്ത്രി ആയില്ലേ. അല്ല, നന്ദ പ്രധാനമന്ത്രി ആയില്ലേ. അപ്പൊ സ്വാഭാവികമായി മൻമോഹൻ സിംഗ് വലിയ ഒരു പ്രസംഗകനല്ല, അദ്ദേഹം പ്രധാനമന്ത്രി ആയില്ലേ. അപ്പോ സ്വാഭാവികമായും ഈ വരുന്നത് ഞാൻ എന്താണോ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനനുസരിച്ച് എൻ്റെ എതിരാളി നിൽക്കണം എന്ന് പറയുന്നതാണ് ശരിയാവാത്തത്. പിന്നൊന്ന്, മാധ്യമങ്ങളെ മുഴുവൻ കയ്യിലെടുത്തിരിക്കുകയാണ്. പരസ്യങ്ങൾ, ഈ രാജ്യത്ത് എത്രയോ പരസ്യങ്ങളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ താൻ മാത്രമാണ്, തൻ പ്രമാണിത്വം കാണിച്ചുകൊണ്ടാണ് ഒരു പ്രധാനമന്ത്രി നിൽക്കുന്നത്. അതല്ല, അതിനേക്കാൾ അധികമായി എല്ലാത്തിനെയും കേൾക്കാനും എല്ലാത്തിനും ചെവി കൊടുക്കാനും അതിനോടനുബന്ധിച്ച് മറുപടി പറയാനും തയ്യാറാവുന്ന തരത്തിൽ മോദിജി ഒരു ഭാവമാറ്റം ഉണ്ടാക്കണം. അതല്ലെങ്കിൽ ഈ 3 പേരെ വെച്ചിട്ടാണ് ഇപ്പോൾ ഇദ്ദേഹം കളിക്കുന്നത്. അമിത്ഷാ, യോഗി,
പിന്നെ 75 വയസ്സിന്റെ കാര്യം പറഞ്ഞാൽ ഇദ്ദേഹം ഒഴിയേണ്ടി വരും. അപ്പോൾ അപ്പോഴും ആ 75 വയസ്സിൽ ഞാൻ ഒഴിയുമോ ഒരു ചോദ്യം ചോദിക്കാൻ രാഹുലിന്. ഇപ്പം ഞാൻ ഒഴിയത്തില്ല എന്ന് പറയാം. എന്നാൽ ഇദ്ദേഹമാണ് ഈ 75 വയസ്സിന്റെ കാര്യം കൊണ്ടുവന്ന് അദ്വാനിയെ പോലെയുള്ളവരെ പുറത്ത് നിർത്തിയത്. അപ്പോൾ 75 വയസ്സിന്റെ പ്രശ്നമുണ്ട്. അപ്പം ഈ വക ചോദ്യങ്ങൾ ചോദിക്കണ്ടേ? ഈ വക ചോദ്യങ്ങൾ പരസ്യമായി ചോദിക്കുമ്പോൾ ഉത്തരം പറയണ്ടേ? ആ ഉത്തരം പറയുമ്പോഴും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴുമല്ലേ ജനങ്ങൾ ഇതിനെ എങ്ങനെയാണ് കൈകാര്യം ചെയ്യുന്നത്, നോക്കിക്കാണുന്നത് എന്ന് മനസ്സിലാക്കുക. അതാണ് അവർ ചോദിക്കുന്നത് ആരോടാണ് സംവദിക്കേണ്ടത്. എൻ റാം എന്ന് പറയുന്ന ഹിന്ദു പത്രത്തിന്റെ പത്രാധിപരുണ്ട്. അദ്ദേഹം ആണല്ലോ ഇതിനെ മുൻകൈ എടുത്ത് വന്നിരിക്കുന്ന ഒരാൾ. ഈ ചോദിക്കേണ്ടത് ആരോടാണ്? ഈ ചോദിക്കേണ്ട രാഹുൽ ഗാന്ധി എന്ന് പറയുന്ന നേതാവിനോടാണ്. അത് വീണ്ടും അമിത്ഷായൊക്കെ പറയുന്നത് പോലെ കുറച്ചുകൂടി അല്ല രാഹുൽ ഗാന്ധി അങ്ങനെ വളർന്നില്ല എന്നിരിക്കട്ടെ. പക്ഷെ രാഹുൽ ഗാന്ധി ആണല്ലോ ഇപ്പോൾ പ്രതിപക്ഷത്തിന്റെ ഒരു ഭാവമായി, ശക്തിയായി, ശബ്ദമായി നിൽക്കുന്നത്. അപ്പൊ അത് കേൾക്കാൻ തയ്യാറാവണ്ടേ? അത് പറ്റത്തില്ല എങ്കിൽ പറയാമല്ലോ. രാഹുൽ ഗാന്ധി മാത്രമല്ല, അല്ല വേറെ ആരെങ്കിലും വിളിക്കാമല്ലോ. സ്റ്റാലിനുണ്ട്. അല്ല അപ്പൊ പറയാമല്ലോ, എനിക്ക് സമനല്ലാത്തത് കൊണ്ട്, എനിക്ക് തണ്ടിയല്ലാത്തത് കൊണ്ട് ഞാൻ മറ്റൊരാളുമായി സംവദിക്കാം. സ്റ്റാലിൻ വരട്ടെ, കേജ്രിവാൾ വരട്ടെ, ഖാർഗെ വരട്ടെ, പ്രിയങ്ക വരട്ടെ, സോണിയാഗാന്ധി വരട്ടെ എന്ന് പറയാമല്ലോ. ഇതിനകത്ത് ഇപ്പൊ നേരത്തെ പറഞ്ഞതുപോലെ പ്രധാനമന്ത്രിയുടെ ആ കമ്മ്യൂണിക്കേഷൻ സ്കിൽ, നമുക്കൊരു ആശയമുണ്ടെങ്കിൽ അത് കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ കഴിയുക എന്നുള്ളത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രസംഗപാഠം അനുസരിച്ച് എന്തുകൊണ്ടാണ് ഇപ്പുറത്ത് നിൽക്കുന്ന ആളുകൾക്ക് ഒരുപാട് ട്രെയിനേഴ്സ് ഒക്കെ ഉണ്ട്. അത് അല്ല നമുക്ക് പ്രസംഗ മത്സരമല്ല, പ്രസംഗ മത്സരമല്ല. ഇവിടെ ആശയങ്ങളിൽ നിന്ന് ഒളിച്ചോടി പോയിട്ട് വേറെ ചില കാര്യങ്ങൾ പറഞ്ഞ് രംഗത്ത് വരുന്നതിനേക്കാൾ അധികമായി ഇവിടെ പ്രസക്തമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറഞ്ഞുകൊണ്ടാണ് പോകുന്നതെങ്കിൽ മനസ്സിലാക്കി കൃത്യമായി ജനങ്ങളിലേക്ക് എത്തിക്കാൻ സംവാദത്തിന് തന്നെ പോകണമെന്നില്ലല്ലോ. ജനങ്ങളോട് ഇത് പറയാൻ കരുത്ത് ആർജിച്ച് അതപ്പോൾ ജനങ്ങൾ കേൾക്കുമല്ലോ. അതിന് മാധ്യമങ്ങളും അതിനാവശ്യമായ പരസ്യ പലകകളും ഇപ്പോൾ കയ്യിലുള്ളത് പ്രധാനമന്ത്രിക്കാണ്. അല്ല രാഹുലിനെ പോലെ ഒരാൾ വന്ന് പറയുന്നത് അല്ല, രാഹുൽ ഗാന്ധി പറയുന്നുണ്ടല്ലോ. ആ പറയുന്നത് ഒഴിവാക്കാൻ പറ്റത്തില്ല. ആ പറയുന്നത് കുറച്ചുകൂടി എഫക്റ്റീവ് ആക്കാനാണ്. ഞാൻ പ്രധാനമന്ത്രിയുമായി സംവദിക്കാം, ഞാൻ ചോദിക്കുന്നതിന് ഉത്തരം പറയട്ടെ, എന്നോട് ചോദ്യം ചോദിക്കട്ടെ, ഞാൻ ഉത്തരം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധി ശക്തിയായി രംഗത്ത് വരാൻ തയ്യാറാകുമ്പോൾ അത് വില കുറഞ്ഞു കാണുന്നത് ശരിയാണ്. ഇവിടുത്തെ പ്രശ്നങ്ങൾ രാജ്യത്തിൻ്റെ പ്രശ്നങ്ങളിലേക്ക് കണ്ണോടിച്ചുകൂടെ തെരഞ്ഞെടുപ്പാണ്. ഈ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ഈ 52 മുതൽ നടന്ന തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് വ്യത്യസ്തമായി അത്ഭുതകരമായ വ്യതിയാനങ്ങൾ ഉണ്ടാകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. ഈ കഴിഞ്ഞ 5 കൊല്ലത്തിനകം 10 വർഷം കഴിഞ്ഞു, 15ാമത്തെ വർഷം ആകാൻ പോകുന്നു. ഈ 3ാം ഊഴത്തിലും BJPയും പ്രധാനമന്ത്രി മോദിജിയും തന്നെ വരും, തുടരും എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഉള്ളടക്കം നമ്മൾ മനസ്സിലാക്കണം. ഈ രാജ്യത്തിലെ മൊത്തം പ്രശ്നങ്ങൾ ജനങ്ങൾ കൂടുതൽ വികാരഭരിതരായി, വിജ്ഞാനഭരിതരായി ഇരിക്കുന്ന കാലഘട്ടത്തിൽ ഏത് തരത്തിലാണ് ഇതിനെ കൈകാര്യം ചെയ്യാൻ പോകുന്നത് ഒരു പ്രധാനമന്ത്രി, അല്ലെങ്കിൽ ഒരു പാർട്ടി, അല്ലെങ്കിൽ ഒരു മുന്നണി, അല്ലെങ്കിൽ ഒരു ഭരണ സംവിധാനം എന്നറിയേണ്ട ബാധ്യത രാഹുൽ ഗാന്ധിക്ക് മാത്രമല്ല. ആ രാഹുൽ ഗാന്ധി അങ്ങനെ ഒരു ചോദ്യം ചോദിച്ച് ജനങ്ങളിലേക്ക് ഈ സംവാദത്തിൻ്റെ ഓരോ ചോദ്യവും കുന്തമുനകളും എത്തിക്കുക എന്ന അർത്ഥത്തിലാണ് രാഹുൽ ഗാന്ധി സംവാദത്തിന് ക്ഷണിച്ചത്. അതിൽ നിന്ന് ഒളിച്ചോടുന്നു പ്രധാനമന്ത്രി എന്നാണ് എൻ്റെ വാദം. ആ വാദത്തെക്കുറിച്ച് നമുക്ക് ഇനി വേറെ എതിരഭിപ്രായങ്ങൾ ഉണ്ടാകും. അത് വേറെ ടോപ്പിക്കോട് ഇത് ചെയ്യേണ്ടതാണ്. അല്ല, അതോടൊപ്പം തന്നെ വികസനത്തെക്കുറിച്ച് നമുക്കങ്ങനെ അതുകൊണ്ടാണല്ലോ വീണ്ടും തിരഞ്ഞെടുക്കും എന്ന് നമുക്ക് ഒരു ശ്രുതി ഉണ്ടാകുന്നത്. വീണ്ടും ഈ ഗവൺമെന്റ് വരും എന്നൊക്കെ. ജോണെ, അത് ശരിയല്ല. കാരണം ഹിന്ദു വികാരത്തെ ബൂസ്റ്റപ്പ് ചെയ്തിട്ട് ഹിന്ദുക്കളെ മുഴുവൻ തങ്ങളിലേക്ക് ആകർഷിച്ചിട്ട് കൊണ്ടുപോകുന്ന ഒരു ശ്രമമാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് മാത്രം ഉണ്ടെങ്കിൽ ഭരണത്തിൽ വരുമോ? വരുത്താമെന്നാണ് അദ്ദേഹം കരുതിയിരിക്കുന്നത്. അതുകൊണ്ടാണല്ലോ മുസ്ലിമുകളെ തള്ളി പറയുന്നത്, ന്യൂനപക്ഷങ്ങളെ തള്ളി പറയുന്നത്, ജാതി സംവരണത്തെ എതിർത്ത് പറയുന്നത്. ഇവിടെ ഇപ്പോൾ നമ്മൾ ആലോചിക്കേണ്ട ഒരു കാര്യം, സ്വാതന്ത്ര്യം കിട്ടിയപ്പോഴും സ്വാതന്ത്ര്യത്തിന് മുമ്പ് നടത്തിയ സ്വാതന്ത്ര്യ സമരത്തിലും മുസ്ലിമുകൾ കോൺഗ്രസിനോടൊപ്പം ചേർന്നില്ല. മുസ്ലിമുകളെ കോൺഗ്രസിനകത്തേക്ക് ചേർക്കാൻ മഹാത്മാഗാന്ധി എടുത്ത ഒരു സൂത്രമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം.
ആ ഖിലാഫത്ത് പ്രസ്ഥാനം കഴിഞ്ഞപ്പോഴാണ് ഈ മുസ്ലിമുകൾക്ക് കോൺഗ്രസിനോട് അടുക്കാം എന്ന ഒരു ധാരണയെങ്കിലും ഉണ്ടായത്. അപ്പോൾ അതുപോലെ ഇവിടെ മുസ്ലിമുകളോടൊപ്പം കോൺഗ്രസ് നിൽക്കുന്നു എന്ന് ആക്ഷേപിച്ചുകൊണ്ട് മുസ്ലിമുകളെ എതിരായി സംസാരിക്കുമ്പോൾ ഹിന്ദുക്കൾക്ക് അനുകൂലമായിട്ടാണ് വരുന്നത്. ഒന്നിനെ എതിരായി പറയുമ്പോൾ മറ്റൊന്നിന് അനുകൂലമായി വരും. ആ അനുകൂലമായി വരുന്ന സംവിധാനമാണ് മോദിജി കൈകാര്യം ചെയ്തുകൊണ്ടും പിന്തുടർന്നുകൊണ്ടും പോകുന്നത്. അതിന് വിരുദ്ധമായി ജനകീയ പ്രശ്നങ്ങളിൽ കാതലായ കാര്യങ്ങളിൽ ഇത്തരം ജനകീയ പ്രശ്നങ്ങളും കാതലായ പ്രശ്നങ്ങളും ഈ 15 വർഷമായി നമ്മൾ ചർച്ച ചെയ്തിട്ടും എന്തുകൊണ്ടാണ് UPAക്ക് അവരുടെ അടിത്തറ നഷ്ടപ്പെടുന്നതല്ലാതെ അധികാരത്തിലേക്ക് വരും എന്നുള്ള ഒരു സാഹചര്യത്തിലേക്ക് പോലും എത്താൻ കഴിയാത്തത്? അത് ഈ രാജ്യത്തുള്ള ചരിത്രം പരിശോധിച്ചാൽ ഏതൊരു ഡയനാസ്റ്റിയും ഏതൊരു രാജവംശവും ഒരു പ്രത്യേക കാലഘട്ടം കഴിഞ്ഞാൽ അവരിടിയും, അവരുടെ വില ഇടിയും, അവരുടെ മൂല്യം തകരും. അതുപോലെ തന്നെയാണ് ഇപ്പോഴും കോൺഗ്രസിന് സംഭവിച്ചത്, UPAക്ക് സംഭവിച്ചത്. പിന്നെ നേതൃ ദാരിദ്ര്യം, നെഹ്റുവിനെ പോലെയോ അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയെ പോലെയോ രാജീവ് ഗാന്ധിയെ പോലെയുള്ള ഒരു നേതൃനിര കോൺഗ്രസിലില്ല. അപ്പുറത്തുണ്ട്. അത് അതിനനുസരിച്ച് ഇവിടെയും അത് മാറ്റണ്ടേ? ആ മാറ്റണേ, അത് ചുമ്മാ മാറ്റാൻ പറ്റുമോ? ഇത് വളർന്നു വരണ്ടേ? വളർന്നു വരുമ്പോഴാണല്ലോ വളർത്താൻ സോണിയാഗാന്ധിയും രാഹുൽ ഗാന്ധിയും സമ്മതിക്കുന്നില്ല എന്നുള്ളതായിരുന്നു പ്രധാന പ്രശ്നം. എന്തായാലും നമ്മുടെ ആ വിഷയം അതല്ലാത്തതുകൊണ്ട് അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും, ദക്ഷിണേന്ത്യയിലെ പല സംസ്ഥാനങ്ങളും അവർക്ക് നഷ്ടപ്പെട്ടു പോയത്. അപ്പൊ അവനവന്റെ കയ്യിരിപ്പിന്റെ ഫലം അവനവൻ അനുഭവിക്കുക എന്നുള്ളതല്ലാതെ മറ്റൊന്നും നമുക്ക് ചെയ്യാനില്ല. എന്നല്ല, ഇത് ഈ ജൂൺ 4-ാം തീയതി കഴിയുമ്പോൾ നമുക്ക് ചിത്രം വ്യക്തമാകും. നമുക്ക് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ജനത്തിന്റെ ഹിതം എന്താണെന്ന് നമുക്ക് മനസ്സിലാക്കാം. മനസ്സിലാവും. അപ്പൊ അത് നമുക്ക് ഒന്നുകൂടെ സംവദിക്കാം.